ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനപ്പോൾ ഒരു ഹോസ്പിറ്റൽ ബാഗിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ശബ്ദവും വീഡിയോയിൽ കാണുന്ന ശബ്ദം തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും, കാരണം ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ബേബിയുടെ ഐറ്റംസ് നോക്കാം. അപ്പോൾ ഞാൻ പാമ്പേഴ്സിൻ്റെ ഡയപ്പറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ളൊരു നെയിൽ കട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ള തുണി, ഇത് വെള്ളമുണ്ട് എടുത്ത് കഴുകി മുറിച്ച് അരികൊക്കെ അടിച്ച് വെച്ചിരിക്കുവാണ്. ബേബിക്കുള്ളതാണ്. ബേബിനെ പൊതിയാനോ അങ്ങനെയൊക്കെ ചോദിക്കുന്നു പറയുന്നു, അപ്പം അതിനെടുത്തതാണ്. പിന്നെ ഇത് ബേബിയുടെ നാപ്പീസാണ്. നാപ്പീസ് ഞാനൊരു 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ കാണിച്ചു തരാം, ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ പല പ്രിൻറ്റിലുള്ള പല കളറിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ക്യാപ്പ് മിറ്റൻ ബൂട്ടി സെറ്റ്. ഇത് ഞാൻ സെറ്റ് വാങ്ങിയതും ഉണ്ട്. പിന്നെ ഞാൻ ആ പീച്ചും ബ്ലൂ ഒക്കെ കാണുന്നത് ഞാൻ തന്നെ മൂളൻ നൂലും കൊണ്ട് തയ്ച്ചെടുത്തതാണ്. അപ്പം അങ്ങനെ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്, 5 സെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം അതും വയ്ക്കുന്നുണ്ട്. ഇതെന്തായാലും മസ്റ്റായിട്ട് വേണ്ടതാണ്, അപ്പോൾ അതെടുക്കാം. പിന്നെ ഡ്രൈ ഷീറ്റ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. സ്മോളും എടുത്തിട്ടുണ്ട്, ലാർജും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം പോലെ നിങ്ങൾ എടുക്കുക. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ മുകളിൽ തന്നെ വെച്ചതായിരുന്നു. ഇത് ടോപ്പും ഞാൻ അവിടെ കെട്ടുടുപ്പാണ്. ഇത് വെള്ള എടുത്തിട്ടുണ്ട്, ഞാൻ കളറും എടുത്തിട്ടുണ്ട്. ഇത് എന്തോരം വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ ചേച്ചി കസിൻ സിസ്റ്റർ കിടന്ന സമയത്ത് ഒരുപാട് വേണ്ടി വന്നു. അപ്പം പിന്നെ വീട്ടിൽ നിന്ന് എടുപ്പിക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട്. 5 എണ്ണം കളറ് കെട്ടുടുപ്പും എടുത്തിട്ടുണ്ട്. ഒരു 8 വെള്ള കെട്ടുടുപ്പും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഫ്രണ്ടിൽ കെട്ട് വരുന്നതാണ് കേട്ടോ ഉടുപ്പ് വരുന്നത്. ഇതാണ് വെള്ളയുടെ ഇങ്ങനെയാണ് വരുന്നത്. ഈ ബാഗിൽ അവിടെ ആ പെട്ടിയിൽ വെച്ചിരിക്കുന്ന എല്ലാം കഴുകി ഉണക്കി തേച്ച് ഇതുപോലെ ഞാൻ പ്ലാസ്റ്റിക് കവറിലോട്ട് ആക്കി സീൽ ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് വൈറ്റ് ഹൂഡഡ് ടർക്കി. ടോട്ടൽ ഞാൻ 3 ഹൂഡഡ് ടർക്കി എടുത്തിട്ടുണ്ട്. വൈറ്റും എടുത്തിട്ടുണ്ട്, അല്ലാണ്ട് 2 കളറും എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ ബേബീനെ റിസീവ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ കിടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ്. പിന്നെ 2 ടവല്, അതായത് വലിയ ടവല്, ബാത്ത് ടവല് ടർക്കി ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരെണ്ണം മസ്ലിൻ കോട്ടൻ്റെ ആണ്. പിന്നെ ഒരെണ്ണം ഒരു സോഫ്റ്റ് മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലൂ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ 2ഉം ഞാൻ കഴുകി ഉണക്കി വെച്ചേക്കുവാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതും ഡെലിവറി ഒക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നോക്കിയിട്ട് അതെടുക്കുക. പിന്നെ ഡയപ്പർ ഞാൻ ചില കുട്ടികൾക്ക് ചില ഡയപ്പേഴ്സ് അലർജി ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു 7 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റേ വാങ്ങിയിട്ടുള്ളൂ. അത് നോക്കിയിട്ട് വേറെ ഇഷ്യൂസൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ ബൾക്കായിട്ട് വാങ്ങാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഡയപ്പർ ചേഞ്ച് ചെയ്യും. പിന്നെ ഇത് ഹിമാലയയുടെ വെറ്റ് വൈപ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 എണ്ണമാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ വരുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഹൂഡഡ് ടർക്കി, പിങ്കും പിന്നെ ഒരു ക്രീമും എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയില്ല, അപ്പോൾ അതുകൊണ്ട് ഇതെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കെട്ടുടുപ്പ് തന്നെയാണ്. ഇത് ഞാൻ ആദ്യം വാങ്ങിയതാണ്. മേളിൽ കെട്ട് വരുന്ന ഉടുപ്പാണ്. അപ്പം എക്സ്ട്രാ ഞാൻ ഇതും കൂടെ ഒന്ന് കരുതുന്നുണ്ട്. പിന്നെ വാവനെ താഴെ ഉടുപ്പിക്കാൻ ഡയപ്പറായിരിക്കും ഹോസ്പിറ്റലിൽ ഉടുപ്പിക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് വേണമെന്നുണ്ടെങ്കിൽ തുണി കെട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ തുണി എൻ്റെ ബാഗിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള 3 ഡ്രസ്സ്, അത് ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം അതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു 3 റോംബർ സെറ്റ്. അത് തിരിച്ച് കുഞ്ഞാവനെ കൊണ്ടുവരുമ്പോൾ ഇടിക്കാനായിട്ട് ഒരു വൈറ്റ്, വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇടിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു വൈറ്റ് ഫുള്ള് കവേർഡായിട്ടുള്ള ഒരു
റോംബർ ക്യാപ്പൊക്കെ ഉള്ളത് അത് എടുത്തിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് വൺ സൈഡ് മാതിരിയുള്ള ഒരു റോംബർ ഇത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇടിപ്പിക്കുക. അപ്പോൾ അതങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ബേബി ഉണ്ടെന്നൊക്കെ അറിയണതിൽ മുന്നേ ഇങ്ങനെ ജസ്റ്റ് ഒരു കടയിൽ പോയപ്പോൾ ഇങ്ങനെ ക്യൂട്ടായിട്ട് കണ്ടിട്ട് അവിടെ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ചുമ്മാ അതും കൂടെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എടുക്കാൻ എളുപ്പത്തിനുള്ള രീതിക്ക് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. തുണി, അതുപോലെ തന്നെ വെള്ള വൈറ്റ് ഹുഡ് ടർക്കി, കെട്ടുടുപ്പ്, വെള്ള കെട്ടുടുപ്പ്, ഇതൊക്കെ ഏറ്റവും മേളിൽ പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ ഏറ്റവും മേളിൽ, ബാക്കി സാധനങ്ങൾ താഴെ എന്നുള്ള രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നില്ല, ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇത്രയാണ് ബേബിയുടെ ബാസ്ക്കറ്റിലേക്ക് എടുത്തിട്ടുള്ളത്. ബാസ്ക്കറ്റ് എനിക്കൊരു 400 സംതിങ് ആയിട്ടാണ് വാങ്ങിയപ്പം, കടയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഒരു ബക്കറ്റും കപ്പും എടുക്കുന്നുണ്ട്. ഓയിലും ഷാമ്പു അങ്ങനത്തെ സെറ്റ് ഇതൊന്നും എടുക്കുന്നില്ല, അവിടെ കുളിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്, അപ്പോൾ അതെടുക്കുന്നില്ല. പിന്നെ ഇത് എൻ്റെ അമ്മ ആൻഡ് അനിയത്തി ഫസ്റ്റ് ക്രൈന്ന് ഓർഡർ ചെയ്തതാണ്. ഇതൊരു നെറ്റ് ബെഡ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നെറ്റ് ബെഡാണ്. ഇതൊക്കെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് ഒരു നെറ്റ് ബെഡാണ്. ഫസ്റ്റ് ക്രൈന്നാണ്. അപ്പം അതും, പിന്നെ ഇതൊരു ക്യാരി ബെഡ്, അതും എടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റാണ്, നല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. പിന്നെ അത്യാവശ്യം നല്ല ചൂടും കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ കിടന്നാൽ ആൾക്ക് നല്ല സുഖത്തിന് കിടക്കാം. അപ്പം ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാനും പറ്റും. ഓപ്പൺ ചെയ്തിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ബെഡ് പോലെയൊക്കെ അങ്ങനെയും കിടത്താം. രണ്ട് സൈഡും നല്ല സോഫ്റ്റ് ഒരു വെൽവെറ്റ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പം ഇതും എടുക്കുന്നുണ്ട്. എൻ്റെ ബാഗിൽ ഫ്രണ്ടിലൊരു സിപ്പിൽ ഫയലും ID പ്രൂഫ്സുള്ള പേഴ്സും വെച്ചിട്ടുണ്ട്. അതിൽ ID പ്രൂഫ്സിൽ UHID എന്ന് പറഞ്ഞിട്ടൊരു ID ഉണ്ട്. അത് ജനറൽ ഹോസ്പിറ്റൽ എറണാകുളത്താണ് ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ, അപ്പോൾ അവിടെ ചെന്നിട്ട് എടുക്കേണ്ടി വന്നു. അപ്പോൾ എടുത്തിട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ബെറ്റർ, അല്ലെങ്കിൽ അഡ്മിഷൻ ടൈമിൽ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ആ ഫയലിൽ എൻ്റെ ആദ്യം മുതലുള്ള എല്ലാ മെഡിക്കൽ റിപ്പോർട്ട്സും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് മെറ്റേണിറ്റി പാഡാണ്. മെറ്റേണിറ്റി പാഡ് എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് ഇതേപോലെ ചില പാഡ്സ് അലർജി ഉണ്ട്, വിസ്പറൊക്കെ എനിക്ക് അലർജിയാണ്. അപ്പോൾ അതും നോക്കിയിട്ട് വേണം ഇനി അടുത്തത് കൂടുതൽ വാങ്ങാനായിട്ട്. ഞാൻ 3 വൈറ്റ് ഷർട്ട് എടുത്തിട്ടുണ്ട്. സെക്ഷനൊക്കെ ആണെങ്കിൽ വൈറ്റ് തന്നെ ആയിരിക്കും നമ്മൾ പോരുന്നവരെ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മുണ്ട് ഞാൻ മുറിച്ചതും മുറിക്കാത്തതും ഒക്കെ ആയിട്ട് 3-4 മുണ്ട് എടുത്തിട്ടുണ്ട്. ഇനി ബേബിക്ക് ആവശ്യം വന്നാൽ ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പം അതും വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ വേഗം ആദ്യം എടുക്കേണ്ടതായതുകൊണ്ട് അതൊക്കെ മുകളിൽ തന്നെ വെച്ചേക്കുന്നത്. പിന്നെ ഇതെൻ്റെ അണ്ടർവെയർസ് സാധനങ്ങളൊക്കെയാണ്, ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ മേളിൽ തന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഞാൻ ഫീഡിങ് ഫ്രോക്കുകൾ, പിന്നെ ഒരു ഫുൾ ഓപ്പൺ നൈറ്റി, ആ റെഡ് ഫുൾ ഓപ്പൺ നൈറ്റിയാണ്. പിന്നെ 3 ഫീഡിങ് ഫ്രോക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ മോഡലാണ് ആ റെഡ് ഉള്ളത്. അത് സൈഡ് സിബാണ്. ബ്ലൂവും പിന്നെ വേറൊരു മെറൂണും എടുത്തിട്ടുണ്ട്. അത് സെൻറ്റർ സിബാണ്. പിന്നെ ഇതിനൊക്കെ ഇടാനായിട്ടുള്ള അണ്ടർസ്കേർട്ടും 3/4 എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഏതാണ് അവർ ഇടിപ്പിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് 3/4 എടുത്തിട്ടുണ്ട്, അണ്ടർസ്കേർട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ തിരിച്ചു വരുമ്പോൾ ഇടാനായിട്ട് ഒരു ഫീഡിങ് ഫ്രോക്ക്, ജാക്കറ്റുള്ളൊരു ഡ്രസ്സ്, അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ബാഗിൽ വരുന്നത്. ഇതുപോലെ തന്നെ അമ്മയ്ക്കൊരു ബാഗുണ്ട്. നമ്മുടെ ബാഗിൽ നമ്മുടെ ഡ്രസ്സ്, ഒരു സ്റ്റീൽ പ്ലേറ്റ്, സ്റ്റീൽ ഗ്ലാസ്, ഫ്ലാസ്ക്, കെറ്റിൽ, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് അതിൽ എടുത്തിട്ടുള്ളത്. ഇതാണ് സോപ്പ്, ചിപ്പ്, അങ്ങനത്തെ ഐറ്റംസ്. അപ്പോൾ ഇത് നമ്മുടെ ബാഗിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം കുഞ്ഞ് പൗഡർ, എൻ്റെ ബുഷ്, ചീപ്പ്, പിന്നെ മുടി 2 കൊമ്പിൽ പിന്നി കെട്ടേണ്ടി വരുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതിന് 2 റബ്ബർ ബാൻഡും
പിന്നെ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പൊട്ട്. ഇത്രയും എടുക്കുന്നുള്ളൂ. ഓക്കെ, റബ്ബർ ബാൻഡാണത്. പിന്നെ ബുഷ്. എൻ്റെ ആക്സസറീസായിട്ട് ഇത്രയും എടുക്കുന്നുള്ളൂ. പിന്നെ ഓയിൽ, ഹെയർ ഓയിൽ പാരച്യൂട്ടിൻ്റെ, സോപ്പ്, ഷേവിങ് സെറ്റ്, ഒരു കത്രിക, ബ്രഷ്, പേസ്റ്റ്.